ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അപ്പാ, വീണ്ടും ഒരു ദിവസം കൂടി അങ്ങയുടെ സന്നിധിയിൽ വരുവാനായിട്ട് തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. അപ്പാ, തിരുവചനമായി ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. അപ്പാ, അടിയനെയും കടന്നു വന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാനായിട്ട് ദൈവം തന്ന വലിയ കൃപയ്ക്കായി ആദ്യമായി ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ഈ അവസരം നൽകിയ എല്ലാ അച്ഛന്മാരോടും ഭാരവാഹികളോടും നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. നാം ഏവരും മനസ്സിലാക്കുന്നത് പോലെ 187ാമത്തെ കോൺഗ്രിഗേഷണൽ ഡേയുമായി ബന്ധപ്പെട്ട് ഈ ഒരാഴ്ച കോൺഗ്രിഗേഷണൽ വീക്കായിട്ട് നാം ആചരിക്കുകയാണ്. പ്രാർത്ഥിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും ദൈവത്തെ പാടി പുകഴ്ത്തുവാനുമായി നാം ഈ ഒരാഴ്ച വേർതിരിച്ചിരിക്കുകയാണ്. 2 വർഷത്തെ പ്രവാസകാലത്തിന് ശേഷം ദൈവകൃപയാൽ നമുക്ക് നമ്മുടെ സഭയിലേക്ക് മടങ്ങി വരാനായിട്ട് ദൈവം നമുക്ക് ഏവർക്കും കൃപയേക്ക്. നാം ഇത്രത്തോളം ദൈവം നമ്മെ നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും പാടി സ്തുതിക്കുവാനുമായി ദൈവം നമുക്ക് വീണ്ടും ഒരു അവസരം കൂടി നൽകിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഇന്ന് തിരുവചനവുമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാനായിട്ട് ദൈവം എനിക്കും കൃപയേക്ക്. ഈ വൈകുന്നേര സമയം വചനചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വിഷയം റിട്ടേൺ ഓഫ് ദ ഹോളി ചർച്ച്, തിരുസഭയുടെ മടങ്ങിവരവും അതിലെ വിശ്വാസത്തെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിനാസ്പദമാക്കി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മാർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം, അതിൽ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നാം നേരത്തെ വായിച്ചു കേട്ട വേദഭാഗമാണ്. നമ്മ ഏവർക്കും കുഞ്ഞുനാൾ മുതലേ അറിയാവുന്നൊരു വേദഭാഗവും ഏവർക്കും സുപരിചിതമായിട്ടുള്ളൊരു വേദഭാഗവുമാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് തൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ, കർത്താവ് തൻ്റെ ഭവനത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അനേകം പുരുഷാരം അവിടെ കടന്നു വരികയാണ്. കർത്താവ് ശാസ്ത്രിമാരും ഉൾപ്പെടെ അവിടെ അനേകം പുരുഷാരം അവിടെ എത്തുകയാണ്. ആ വേദഭാഗത്ത് ഇങ്ങനെ പറയുന്നു: വാതിൽക്കൽ പോലും നിൽക്കുവാൻ ഇടമില്ലാതെ വണ്ണം അവിടെ തിങ്ങി നിറഞ്ഞ് പുരുഷാരം നിൽക്കുകയാണ്. ഈ അവസരത്തിലാണ് അവിടെ ഒരു പക്ഷപാതക്കാരനെ 4 പേർ ചുമന്നുകൊണ്ട് അവിടെ കൊണ്ടുവരുന്നത്. അവരാ വാതിൽക്കിലൂടെ കടക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർക്ക് സാധിക്കുന്നില്ല. അവരാ മേൽക്കൂര പൊളിച്ച് ആ പക്ഷപാതക്കാരനെ കർത്താവിൻ്റെ അടുക്കൽ ഇറക്കി വയ്ക്കുകയാണ്. കർത്താവ് ആ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം. അനേകം പുരുഷാരം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഭവനം, എന്നാൽ സൗഖ്യം കിട്ടിയത് ഒരു വ്യക്തിക്ക് മാത്രം. കർത്താവ് അവിടെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത്ഭുതം പ്രാപിച്ചത് ഒരു വ്യക്തിക്ക് മാത്രം. ആരുടെ വിശ്വാസമാണ് അവിടെ സൗഖ്യത്തിന് കാരണമായത്? ഈ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടാകുമെന്ന് നാം ഇന്ന് വൈകുന്നേരം ചിന്തിച്ച് പ്രാർത്ഥിച്ച് കടന്നു പോകാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി നമുക്ക് ആ പുരുഷാരത്തെ ഒന്ന് നോക്കാം. വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം ആ പുരുഷാരം അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇത്രയും പുരുഷാരം അവിടെ കടന്നു വന്നത്? ചിലർ കർത്താവ് അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് കർത്താവിനെ ഒരു നോക്ക് കാണുവാനായിട്ട് വന്നവരുണ്ടാകും. കർത്താവിൻ്റെ വചനം കേൾക്കുവാനായിട്ട് വന്നവരുണ്ടാകും. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കാണുവാനായിട്ട് വന്നവരുണ്ടാകും. ചിലർ സുഹൃത്തുക്കൾ പോയതുകൊണ്ട് അവരോടൊപ്പം വന്നവരുണ്ടാവും. ഇങ്ങനെ വലിയൊരു ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും അവിടെ കർത്താവിൻ്റെ വചനം കേൾക്കുവാനായിട്ട് ഇരിക്കുവാണ്. ഇങ്ങനെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടെ വന്ന ഒരു വലിയൊരു ജനക്കൂട്ടമാണ് ആ നിറഞ്ഞു നിന്ന പുരുഷാരം. കർത്താവ് എല്ലാവരോടും, ആ വന്ന എല്ലാ ജനങ്ങളോടും, എല്ലാ പുരുഷാരത്തോടും ഒരുപോലെ സുവിശേഷം അറിയിക്കുകയാണ്. ആ ഭവനം നിറയെ കർത്താവിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. നാം പലപ്പോഴും പ്രസംഗങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം നാം പോയി പ്രസംഗം കേൾക്കുവാറുണ്ട്. ദൈവവചനം പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ പോയി ദൈവവചനം പഠിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, ഭാരങ്ങളെല്ലാം വരുമ്പോൾ നാം നമ്മുടെ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നാം വിശ്വാസത്തോടെയാണോ നാം കടന്നു വരുന്നത്? നമ്മുടെ ദൈവത്തിന് നമ്മളെ സൗഖ്യമാക്കുവാനായിട്ട് കഴിയും, നമ്മുടെ ബലഹീനതകൾ മാറ്റുവാനായിട്ട് ദൈവത്തിന് കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണോ നാം നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്? അല്ല എങ്കിൽ നാം ആ പുരുഷാരത്തെ പോലെ ചിലപ്പോൾ വെറുതെ വന്ന് കർത്താവിനെ കണ്ടിട്ട് മടങ്ങിപ്പോകുന്നവരെ പോലെ ആയിപ്പോവും. ചിലപ്പോൾ ദൂരത്ത് നിന്ന് കർത്താവിനെ കണ്ടിട്ട് മടങ്ങിപ്പോകുന്നവരെ പോലെയാണ്. മറ്റുള്ളവരുടെ അത്ഭുതം കണ്ടിട്ട് നമുക്ക് വെറും കൈയായി മടങ്ങിപ്പോകുന്നവരെ പോലെയാവും.
ആ വേദഭാഗത്ത് വായിക്കുമ്പോൾ ആ തിങ്ങി നിറഞ്ഞുന്ന പുരുഷാരം കാരണം യഥാർത്ഥത്തിൽ സൗഖ്യം കിട്ടേണ്ട ഒരു വ്യക്തിക്ക് അവിടെ തടസ്സം നിൽക്കുകയാണ്. ആ ജനം ദൈവത്തെ കാണുവാൻ വന്ന ജനമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ സൗഖ്യം കിട്ടേണ്ട ഒരു വ്യക്തിക്ക് അവിടെ ആ ജനം നിൽക്കുന്നത് കാരണം തടസ്സം നേരിടുകയാണ്. യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ കാണേണ്ട ഒരു വ്യക്തിക്ക് അവിടെ ക്രിസ്തുവിനെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ആ പുരുഷാരം നിമിത്തം അവർക്കൊരു തടസ്സം നേരിടുകയാണ്. നാമും ഈ സമയത്തിൽ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നാം കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നാം വിശ്വാസത്തോടെയാണോ നാം ആയിരിക്കുന്നത്? ദൈവം നമ്മെ തൊടുമെന്നുള്ള വിശ്വാസത്തോടെയാണോ നാം ആയിരിക്കുന്നത്? അതോ നാം മറ്റാർക്കെങ്കിലും ക്രിസ്തുവിനെ കാണണം, നമ്മുടെ കൂടെ ഉള്ളവർക്ക് ക്രിസ്തുവിനെ കാണുവാനായിട്ട് നാം ഒരു തടസ്സമായിട്ടാണോ നിൽക്കുന്നത്? നമുക്ക് ചിന്തിക്കാം. രണ്ടാമതായി നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ശാസ്ത്രിമാരെക്കുറിച്ചാണ്. അവിടെക്കുറിച്ച് ശാസ്ത്രിമാർ കടന്നു വന്നിരുന്നു. ഈ ശാസ്ത്രിമാർ ആരാണ്? ഈ ശാസ്ത്രിമാർ യഹൂദന്മാരുടെ മതനിയമം പഠിച്ചവർ, ന്യായപ്രമാണം പഠിച്ചവർ, ദൈവത്തെക്കുറിച്ച് അറിയാവുന്നവർ. എന്നാൽ കർത്താവ് ഈ ശാസ്ത്രിമാരെക്കുറിച്ച് എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം അതിലെ 27-ാമത്തെ വാക്യത്തിൽ ശാസ്ത്രിമാരെക്കുറിച്ച് കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ വെള്ള തേച്ച ശവക്കലറുകളോടൊത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ വെള്ള തേച്ച ശവക്കലറുകളോടൊത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള ശാസ്ത്രിമാരാണ് അവിടെ കർത്താവിൻ്റെ വചനം കേൾക്കുവാനായിട്ട് അവിടെ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ കർത്താവിൻ്റെ വചനം കേൾക്കുവാനാണോ അവിടെ വന്നത്? അല്ല, കർത്താവിനെ ഉപായത്തിൽ പിടിക്കുവാനും കർത്താവിൻ്റെ തെറ്റുകൾ കണ്ടുപിടിക്കുവാനുമാണ്. അവരിങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ മേൽക്കൂര പൊളിച്ച ആ പക്ഷപാതക്കാരനെ കർത്താവിൻ്റെ മുന്നിലേക്ക് ഇറക്കി വയ്ക്കുന്നത്. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് ആ പക്ഷപാതക്കാരനോട്, മകനെ, നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുമെന്ന് പറയുകയാണ്. ഈ പറഞ്ഞ വാചകം ആ ഇരുന്ന ശാസ്ത്രിമാർക്ക് ആർക്കും തന്നെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല. ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിക്കുവാനായിട്ട് മനുഷ്യപുത്രന് കഴിയില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇവൻ ദൈവദൂഷണമാണ് പറയുന്നത് എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യായപ്രമാണം പഠിച്ചവരാണ് ശാസ്ത്രമാർ. പക്ഷേ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ദൈവമാണെന്ന് തിരിച്ചറിയുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. കർത്താവ് ദൈവമാണെന്ന് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല. അവിടെ ആ പക്ഷപാതക്കാരനെ കർത്താവ് സൗഖ്യമാക്കി തൻ്റെ കിടക്കയെടുത്ത് നടക്കുമ്പോൾ, അവരുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോഴും ഈ ശാസ്ത്രിമാർക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നില്ല തൻ്റെ മുന്നിൽ നിൽക്കുന്ന കർത്താവ് ദൈവമാണെന്ന്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എല്ലായിടത്തും കർത്താവിൻ്റെ സാന്നിധ്യം ഒരുപോലെയാണ്. പക്ഷേ അവിടെ ആ വിശ്വസിച്ച ഒരു വ്യക്തിക്ക് മാത്രമാണ് അവിടെ സൗഖ്യം ലഭിച്ചത്. നാമും നമ്മുടെ സഭയിലായിരിക്കുമ്പോൾ നാം വിശ്വസ്തോടെയാണ് ആയിരിക്കുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നാം ഉറച്ച വിശ്വാസത്തോടെയാണോ ആയിരിക്കുന്നത്? എന്നാൽ നാമും ഇന്നൊരു അത്ഭുതത്തോടെയാണ് നാം ഇന്ന് മടങ്ങിപ്പോകാനായിട്ട് നമുക്കും സാധിക്കും. മൂന്നാമതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ആ 4 വിശ്വസ്തരായ സുഹൃത്തുക്കളെക്കുറിച്ചാണ്. ആ 4 വിശ്വസ്തരായ സുഹൃത്തുക്കൾ, അവർക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷപാതക്കാരനെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നാൽ സൗഖ്യം പ്രാപിക്കാൻ പറ്റുമെന്ന്. ആ പക്ഷപാതക്കാരന് സൗഖ്യം ലഭിക്കുമെന്ന് ആ 4 കൂട്ടുകാർക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. തിരുവചനം ഇങ്ങനെ പറയുന്നു: ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ആ 4 സുഹൃത്തുക്കൾ അത് ഉറച്ച് വിശ്വസിച്ചിരുന്നു. ആ പക്ഷപാതക്കാരനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും: നിനക്ക് സൗഖ്യം കിട്ടും, പക്ഷേ നിനക്ക് സൗഖ്യം കിട്ടണമെങ്കിൽ നീ ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ലണം. നിന്നെ ക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലേണ്ട ചുമതല ഞങ്ങളുടേതാണ്. ഞങ്ങൾ നിന്നെ ക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലും. അവർ ആ 4 സുഹൃത്തുക്കൾ പക്ഷപാതക്കാരനെ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ ആ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പുരുഷാരം അവർക്കൊരു തടസ്സമാവുകയാണ്. അവർക്കകത്തേക്ക് കടക്കുവാനായിട്ട് സാധിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ വിശ്വാസമില്ലാത്ത ജീവിതം ആർക്കൊക്കെയോ തടസ്സമാവുന്നില്ലേ ക്രിസ്തുവിനെ കാണുവാനായിട്ട്? നാം പ്രവർത്തിക്കാതെ ഇരിക്കുമ്പോൾ ആർക്കൊക്കെയോ തടസ്സമാവുന്നില്ലേ ക്രിസ്തുവിനെ കാണുവാനായിട്ട്? നമ്മൾ ഒരുമിച്ച് കൂടി നടത്തുന്ന ആഘോഷങ്ങളും ആഡംബരങ്ങളും ആർക്കൊക്കെയോ തടസ്സമാവുന്നില്ലേ കർത്താവിനെ കാണുവാനായിട്ട്?
ഇവിടെ ആ 4 പേർ ചേർന്ന് ചുമന്നുകൊണ്ട് ആ പക്ഷപാതക്കാരൻ അവിടെ വരുമ്പോൾ അവർക്ക് ഒരുപാട് തടസ്സങ്ങൾ നേരിടുകയാണ്. അവരാ കൊണ്ടുവന്ന സമയത്ത് തന്നെ ഒരുപാട് പേർ പിന്തിരിപ്പിച്ചിട്ടുണ്ടാവും. എന്നാൽ ആ തടസ്സങ്ങളൊന്നും കണക്കിടാതെ അവർ ആ പക്ഷപാതക്കാരനെ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് എത്തിക്കുകയാണ്. വാതിൽക്കിലൂടെ കിടക്കുവാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോഴും അവരാ മേൽക്കൂര പൊളിച്ച് കട്ടിലിലൂടെ അവിടെ ആ പക്ഷപാതക്കാരനെ കർത്താവിൻ്റെ മുന്നിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. അവിടെ ആ 4 സുഹൃത്തുക്കളിൽ ഒരാളെങ്കിലും ഈ ബുദ്ധിമുട്ട്, ഈ തടസ്സം നേരിട്ടപ്പോൾ പിന്മാറിയിരുന്നുവെങ്കിൽ ആ പക്ഷപാതക്കാരൻ അവിടെ സൗഖ്യം ലഭിക്കുകയില്ലായിരുന്നു. ആ 4 സുഹൃത്തുക്കളിൽ ഒരാളാകുവാൻ നമുക്ക് സാധിക്കുമോ? അടുത്തതായി ആ പക്ഷപാതക്കാരനെ കുറിച്ചാണ്. ആ പക്ഷപാതക്കാരൻ അനേകം വർഷങ്ങളായി കിടക്കയിലാണ്. ആ പക്ഷപാതക്കാരൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് മരുന്ന് കഴിച്ചിട്ടുണ്ടാവും ഒരു സൗഖ്യം പ്രാപിക്കുവാനായിട്ട്, ഒന്ന് എഴുന്നേറ്റ് നടക്കുവാനായിട്ട്, മറ്റുള്ളവരെ പോലെ ഓടി നടക്കുവാനായിട്ട് ആ പക്ഷപാതക്കാരൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും, നിനക്കിനി കഴിയില്ല, നീ ഇനി ആയുഷ്കാലം മുഴുവൻ ആ കിടക്കയിലാണ്, നിനക്ക് ഒരിക്കൽ പോലും എഴുന്നേറ്റ് നടക്കുവാനായിട്ട് കഴിയില്ല എന്ന് അനേകർ പറഞ്ഞിട്ടുണ്ടാവും. അവനെ തഴഞ്ഞിട്ടുണ്ടാവും, അവനെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മുടെ പലരുടെയും ജീവിതത്തിലും പലപ്പോഴും ഇതേപോലെ തഴഞ്ഞവരുണ്ടാവും, ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. എൻ്റെ ജീവിതത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട്. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ പഠിക്കുന്ന സമയങ്ങളിൽ ഞാൻ പഠിക്കാനൊന്നും അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയൊന്നുമല്ലായിരുന്നു. ഞാനൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റായിരുന്നു. ആദ്യമായിട്ട് ഞാൻ തഴയപ്പെട്ടത് എൻ്റെ 4ാം ക്ലാസ്സിലാണ്. 4ാം ക്ലാസ് അവസാനമായപ്പോൾ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നിന്നെ ആ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് പറ്റില്ല, നിനക്ക് മാർക്ക് വളരെ കുറവാണ്, ഇനി നീ പഠിക്കുന്നുവെങ്കിൽ, ഇനി നീ അടുത്ത ക്ലാസ്സിൽ പോകുന്നുവെങ്കിൽ നീ മറ്റു സ്കൂളിൽ ഏതെങ്കിലും പോയി പഠിക്കണം. എന്നെ മറ്റു സ്കൂളിലേക്ക് മാറ്റി. ഞാൻ മനഃപൂർവ്വം പഠിക്കാത്തതല്ല, പക്ഷേ പലപ്പോഴും പഠിക്കുന്നുണ്ട്. പക്ഷേ എന്തോ എനിക്കറിയില്ല, എനിക്ക് ആ എക്സാമിന് എഴുതാനായിട്ട് കഴിയാറില്ല. ഒരുപാട് പരീക്ഷയ്ക്ക് മുന്നേയൊക്കെ കാണാതെ പഠിച്ച് പറയാനൊക്കെ കഴിയുന്നുണ്ട്, പക്ഷേ പരീക്ഷാ സമയത്ത് എനിക്ക് എഴുതാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, എന്നെ +2 വരെയും ഒരു ക്ലാസ് പോലും എനിക്ക് തോറ്റ് പഠിക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ 10ാം ക്ലാസ്സിലും +2-ലൊക്കെ ഞാൻ പരീക്ഷയ്ക്ക് മുന്നേ എന്നെ പഠിപ്പിച്ച അധ്യാപകർ എന്നെ കണ്ട് പറയുമായിരുന്നു, നീ ഈ പ്രാവശ്യം എഴുതുന്നുണ്ടോ? കാര്യമില്ല, നിനക്ക് കഴിയില്ല പാസ്സാവാനായിട്ട്. ഒരു പ്രാവശ്യം കൂടെ നീ ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം എഴുതിയാൽ പോരെ എന്ന്. അപ്പം ഞാൻ പറയും, ഞാൻ ട്യൂഷൻ്റെ പോകുന്നുണ്ട്, കുഴപ്പമില്ല, ഈ പ്രാവശ്യം എഴുതി നോക്കാമെന്ന് പറയും. ഞാൻ മുടങ്ങാതെ സൺഡേ സ്കൂളിലും ആരാധനയ്ക്കും വരുവാൻ. ഈ ട്യൂഷനൊന്നും എനിക്കൊരു തടസ്സമായിരുന്നില്ല സൺഡേ സ്കൂളിൽ വരുവാനും ആരാധനയ്ക്ക് പങ്കെടുക്കുവാനും. എനിക്കറിയാം, അതുകൊണ്ട് മാത്രമേ നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് കഴിയുള്ളൂ. ആരാധനകളിൽ വന്നും സൺഡേ സ്കൂളിലൊക്കെ വന്നും മുടങ്ങാതെ പ്രാർത്ഥിച്ചത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രതിഫലമാണ് ദൈവം എന്നെ വിജയിപ്പിച്ചത്. തുടർന്ന് ഞാൻ ഡിഗ്രി പഠിക്കാനായിട്ട് പോയി. പകുതിയായപ്പോഴത്തേക്കും പഠിക്കുവാനായിട്ടുള്ള ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും ആ കോഴ്സ് കഴിഞ്ഞിറങ്ങി, ഒരുപാട് പേപ്പർ കിട്ടുവാനുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞിറങ്ങിയ സമയത്താണ് മറ്റൊരു ആഗ്രഹം കൂടി വന്നത്, ഒരു സർക്കാർ ജോലി വേണമെന്ന്. ഒരു സർക്കാർ ജോലി നമ്മളെപ്പോലെ പഠിക്കുന്നവർക്ക് ലഭിക്കാനായിട്ട് ഞാൻ സ്വപ്നത്തിൽ കാണുന്നതിനെക്കാട്ട് അപ്പുറമാണ്. പക്ഷേ ഞാൻ എൻ്റെ ആ ഒരു സ്വപ്നം ഞാൻ എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. പകൽ പലപ്പോഴും പള്ളി തുറന്നു കിടക്കുന്ന സമയങ്ങളിൽ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ പുറകിൽ വന്ന് മുട്ടുകുത്തി കരഞ്ഞ് പ്രാർത്ഥിച്ച ദിവസങ്ങളുണ്ട്. അനേകം ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ ആഗ്രഹം ഇത്രയാണ്, എനിക്ക് സഭയിൽ വരുവാനായിട്ട് കഴിയണം, കാര്യങ്ങളിലെല്ലാം പങ്കെടുക്കുവാനായിട്ട് കഴിയണം, എല്ലാത്തിനും സഹായകരമായ ഒരു കുഞ്ഞു ഗവൺമെൻറ് ജോലി. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, ദൈവം 2017 എനിക്കൊരു സർക്കാർ ജോലി നൽകി. ആ സർക്കാർ ജോലി ലഭിച്ചതുപോലെ തന്നെ എനിക്ക് എഴുതിയെടുക്കാനുള്ള എല്ലാ പേപ്പറും, ഞാൻ പഠിച്ച എല്ലാ കോഴ്സുകളും എനിക്ക് പൂർത്തിയാക്കുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. ദൈവനാമ മഹത്വത്തിനായി എനിക്ക് ഇന്ന് ദൈവം സഹായിച്ച് 2 ഡിഗ്രിയും ഒരു പോസ്റ്റ് ഗ്രാജുവേഷനും കുറച്ച് ഡിപ്ലോമ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുമുണ്ട്. ഇവിടെ എൻ്റെ കഴിവല്ല, ദൈവം പ്രവർത്തിച്ചതാണ്. ഞാൻ പഠനത്തെ വളരെ പിന്നോട്ടായിരുന്നു, പക്ഷേ ആ എക്സാമിൻ്റെ സമയത്ത് ദൈവം എന്നെ ഓർമ്മപ്പെടുത്തി തന്നു. ഞാൻ പലതവണ ഒരുപാട് പഠിക്കുക, എന്നാൽ എനിക്ക് ആ സമയത്ത് മറന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ദൈവം എന്നെ ആ ഫൈനൽ എക്സാമിന് ദൈവം നല്ലവണ്ണം എന്നെ എഴുതുവാനായിട്ട് സഹായിച്ചു. നാം 2 വർഷം പ്രവാസ കാലത്തിലായിരുന്നു. ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നുപോയി. ആരും വിചാരിക്കാത്ത സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയത്.
എന്നാൽ നമ്മുടെ വിശ്വാസത്തോടുള്ള ഉറച്ച പ്രാർത്ഥനയാണ് ഇന്നും ദൈവം നമ്മെ ആരാധനാലയത്തിൽ ഇവിടെ ആക്കിയിരിക്കുന്നത്. അവിടെ ആ പക്ഷപാതക്കാരൻ വന്നതുപോലെയല്ല തിരിച്ചു പോയത്. ആ പക്ഷപാതക്കാരൻ കർത്താവിനെ കണ്ടപ്പോൾ, ആ കർത്താവ് അവനെ തൊട്ടപ്പോൾ അവൻ ആ കിടക്കയെടുത്തുകൊണ്ട് ആണ് അവൻ്റെ ഭവനത്തിലേക്ക് പോയത്. അവിടെ ആ പുരുഷാരം നിമിത്തം അവന് വളരെ തടസ്സം നേരിട്ടപ്പോൾ അവൻ ആ കിടക്കയെടുത്തുകൊണ്ട് അവൻ ആ അത്ഭുതം പ്രാപിച്ചൊരു സാക്ഷ്യത്തോടുകൂടെ ആ പുരുഷാരത്തിൻ്റെ നടുവിലൂടെയാണ് അവൻ കടന്നുപോയത്. അവിടെ ആ പുരുഷാരം അവന് വഴിമാറിക്കൊടുക്കുകയാണ്. നമ്മുടെ ചുറ്റും പക്ഷപാതക്കാരായ ആൾക്കാരുണ്ട്, നമ്മുടെ ചുറ്റും മുറിവേറ്റ വ്യക്തികളുണ്ട്. നമുക്ക് അവരെ കർത്താവിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അവരുടെ ഒരു നല്ല സുഹൃത്തായി നമുക്ക് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിന് ഓരോരുത്തരും ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.